السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ ജംഇന്റെ 47ാമത്തെ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവായത്തിൽ വരുന്ന തഅദീലും ജർഹുമാണ്. വൽ ജർഹ് എന്ന് പറയുന്നത്, അതായത് റാവിയിലോ ഷാഹിദിലോ ഒക്കെ വരുന്ന മോശത്തരങ്ങൾ, മുഖദ്ദമുൻ അത് മുന്തിക്കപ്പെടേണ്ടതാണ്. ഇന്ദ തആറുളി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. എന്തിനേക്കാൾ? അല തഅദീലി തഅദീലിനേക്കാൾ മുന്തിക്കേണ്ടത് ജർഹിനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ജർഹിനെ മുന്തിക്കണം തഅദീലിനേക്കാൾ തആറുദുണ്ടാവുന്ന സമയത്ത്. അത് തന്നെ നിബന്ധനയുണ്ട്. ഇൻകാന അദദുൽ ജാരിഹി, റാവിയിലുള്ള ജർഹിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജാരിഹികളുടെ എണ്ണം കൂടി വന്നാൽ. എന്തിനേക്കാൾ? അക്സറ മിൻ അദദിൽ മുഅദ്ദിലി, തഅദീലാക്കുന്ന ആളിനേക്കാൾ കൂടുതൽ എണ്ണം ജർഹിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ജാരിഹാണ്. റാവിയിലോ ഷാഹിദിലോ ഒക്കെ മോശമുണ്ട്, കുറ്റമുണ്ടെന്നൊക്കെ പറയും. അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ വരുന്നത് എങ്കിൽ അവിടെ തഅദീലിനേക്കാൾ മുന്തിക്കേണ്ടത് തആറുദിന്റെ അവസരത്തിൽ വരുമ്പോൾ ജർഹിനെയാണ്. അങ്ങനെ മുന്തിക്കണം എന്നുള്ളത് ഇജ്മാ ആണ്. വകദാ, എന്നാൽ ഈ ജാരിഹിന്റെ അദദ് കൂടി വരുമ്പോൾ മുന്തിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ തസാവയ, രണ്ടിന്റെയും എണ്ണം സമമായി വന്നാലും അങ്ങനെ തന്നെയാ. ഐ അദദുൽ ജാരിഹി വ അദദുൽ മുഅദ്ദിലി, നീതിയെ ഉണ്ടാക്കുന്ന നീതിമാനാണെന്ന് പറയുന്ന ആളുടെ എണ്ണവും ജുർഹുണ്ടെന്ന് പറയുന്ന ആളുടെ എണ്ണവും സമമായി വന്നാൽ ജർഹിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് കഥ. ഔ കാനൽ ജാരിഹു അഖല്ല അദദൻ മിനൽ മുഅദ്ദിലി, ഇനി തഅദീലാക്കുന്ന ആളേക്കാൾ കൂടുതൽ കുറവായി വന്നു, കൂടുതലല്ല കുറവാ ജാരിഹ് എങ്കിൽ, ജാരിഹ് കുറവാണ്, മുഅദ്ദിലിന്റെ അദദിനേക്കാൾ കുറഞ്ഞു വന്നാൽ. എന്താ അങ്ങനെ കുറയാൻ കാരണം? ഇത്തിലാഇൽ ജാരിഹി അലാ മാ ലം യത്വലി അലൈഹിൽ മുഅദ്ദിലു, തഅദീലാക്കുന്ന ആള് ഏതൊന്നിന്റെ മേൽ വെളിവായോ ആ വെളിവാകാത്തതിന്റെ പേരിൽ, അതായത് മുഅദ്ദിൽ വെളിവായത് ആ വെളിവാകാത്തതിന്റെ പേരിൽ എന്തായി? ജാരിഹ് വെളിവായി. അതുകൊണ്ടാണ് ജാരിഹ് അഖല്ലായി വരാൻ കാരണം എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വരികയാണ് എങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിലപാട്? എന്നാൽ വഖാല ഇബ്നു ശഅബാൻ മിനൽ മാലിക്കിയ്യതി, മാലിക്കി മദ്ഹബുകാരനായ ഇബ്നു ശഅബാൻ പറയുന്നു, അങ്ങനെ വരികയാണ് എങ്കിൽ യുത്ലബു തർജീഹു ഫിൽ ഖിസ്മൈനി, രണ്ട് ഖിസ്മിലും എന്താവും? തർജീഹിന് തേടപ്പെടുന്നു. അല്ല, ഔകാനൽ ജാരി വക്കല്ല എന്ന് പറഞ്ഞ് ദിവക്ക് വധിച്ചതല്ല, പേച്ചുപോയതാ. ജാരിഹിന്റെ എണ്ണം കൂടിയാൽ എന്ന് പറഞ്ഞു ജർഹിനെ മുന്തിക്കണം, അതുപോലെ സമമായി വന്നാലും. അല്ലെങ്കിൽ ജാരിഹി അക്കല്ലായി വന്നു നിൽക്കുക, എന്നാലും എന്ത് വേണം? ജർഹിനെയാണ് മുന്തിക്കേണ്ടത്. അങ്ങനെ മുന്തിക്കാനുള്ള കാരണം ഇത്തിലായിൽ ജാരിഹി, ജുർഹ് ഉണ്ടെന്ന് പറയുന്ന ആൾ വെളിവായി. അലാമ ഒന്നിന്റെ പേരിൽ ലം യത്തരി അലൈഹിൽ മുഅദ്ദിലു, മുഅദ്ദിൽ വെളിവായിട്ടില്ല. അങ്ങനത്തെ ഒന്നിന്റെ മേൽ ആര് വെളിവായി? ജാരിഹി വെളിവായി. അതുകൊണ്ടാണ് മുഅദ്ദിലിനേക്കാൾ എന്തായി എണ്ണം ചുരുങ്ങി വന്ന ജാരിഹി ഉണ്ടെങ്കിൽ ആ ജാരിഹിനെ ജുർഹാണ് മുന്തിക്കേണ്ടതെന്ന് പറയാൻ കാരണം അതാണ്. എങ്കിൽ ഇവിടെ തർക്കമുണ്ട്. ഇബ്നു ശഅബാൻ എന്നവര് പറയുന്നു, മാലിക്കി മദ്ഹബുകാരൻ യുത്ലബു തർജീഹു ബിൽ ഖിസ്മൈനി എന്നാണ്.
അതായത് സമമായി വന്നാലും കുറഞ്ഞു വന്നാലും. അതാണിപ്പോ തർജീബുൽ ഖിസ്മൈൻ എന്ന് പറഞ്ഞ സമമായി വന്നു അല്ലെങ്കിൽ ജാരി അഖല്ലായി വന്നു. ഈ രണ്ട് ഖിസ്മിൽ തർജീഹിനെ തേടപ്പെടും എന്നതാണ്. ഇവിടെ മുഖദ്ദമായി പറയാൻ പറ്റൂല, തർജീഹിനെ തേടപ്പെടുന്നുണ്ട്. കമാ ഹുവ ഹാസിലു ബിൽ അവ്വലി, ആദ്യം പറഞ്ഞോടത്ത് ജർഹിനെ മുന്തിച്ചു. എന്ത് കാരണം കൊണ്ട്? ബി കസറത്തി അദദിൽ ജാരിഹി, ജാരിഹിന്റെ എണ്ണം അധികരിച്ചു എന്നതുകൊണ്ട് ആദ്യം പറഞ്ഞതിൽ ഉണ്ടായല്ലോ തർജീഹ് എന്നതുപോലെ ഈ രണ്ട് ഓഹരിയിലും തർജീഹിനെ തേടപ്പെടുന്നുണ്ട് എന്നാണ്. വഅല മിസാനിഹി, അപ്പൊ ആദ്യം പറഞ്ഞതിലുണ്ടായതുപോലെ എന്ന് വെക്കുമ്പോ അതിനനുസരിച്ച് അതിന്റെ തോതനുസരിച്ച് തൂക്കം അനുസരിച്ച് കാലമാകുന്നു. ഉസൂലികൾ ചില ആൾക്കാർ പറഞ്ഞത് ഇന്ന തഅദീല ബിസ്സാലിസി മുഖദ്ദമുന, മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞല്ലോ. അവിടെ തഅദീല് വേണ്ടത് മുഖദ്ദിമാണ് ജാരിഹിനേക്കാൾ. ആ ജാരി അഖല്ലല്ലേ, തഅദീല് ജാരിഹിനുകൾ കൂടുതലല്ലേ. അപ്പൊ ജാരിഹിനെല്ലാം ഉദ്ദേശിക്കേണ്ടത് തഅദീലിനെയാണ് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായത്തിൽ. കസറത്തു അതത് ജാരിഹ് എന്ന് വെക്കുമ്പോ മൂന്നാമത്തിൽ അതിനനുസരിച്ച് വരേണ്ടത് തഅദീലിനെ മുന്തിക്കലാണ് എന്നതാണ്. ഒമിന തഅദീല്, ഇനി തഅദീൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചർച്ചയിലേക്കാണ് പോകുന്നത്. തഅദീൽ എങ്ങനെ ഉണ്ടാവാം? ഒരു വ്യക്തിയെ ഒരു വ്യക്തിക്ക് തഅദീലുണ്ട്, അദ്ദേഹം നീതിമാനാണ് എന്ന് അറിയിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? ഹുക്മു മുസ്തരിത്തിൽ അദാലത്തി ബിശാഹിദി, സാക്ഷി നിൽക്കുന്നവരിൽ നീതി വേണം എന്ന് ഷർത്താക്കുന്ന ഒരാള്, അയാളുടെ വിധി. എന്തുകൊണ്ട് വിധിക്കാം? ഷഹാദത്തി മിൻ ദാലിക ശഖ്സി, ആ ശഖ്സ് സാക്ഷി നിന്നല്ലോ, അപ്പൊ ആ ശഖ്സിൽ നിന്ന് ഷഹാദത്ത് കൊണ്ട് വിധിക്കുക. അങ്ങനെ വിധിക്കുമ്പോ ഷാഹിദ് അദാലത്തുള്ളവനാണെന്ന് മനസ്സിലാക്കാം. കാരണം ഇത് ലൗലം യകുൻ അദിലൻ ഇൻദഹു, വിധികർത്താവിന്റെ അടുക്കൽ ഷാഹിദ് നീതിമാനല്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ലമാ ഹക്കമ ബിശഹാദത്തിഹി, ആ വ്യക്തി ഷഹാദത്ത് നിന്നത് കൊണ്ട് ഈ ഹാക്കിം വിധിക്കില്ലല്ലോ, ഇവിടെ വിധിച്ചല്ലോ എന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് മതി തഅദീലാന്നറിയാൻ. വഖദ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തഅദീൽ അറിയാൻ അമലുൽ ആലിമി, ഒരു പണ്ഡിതന്റെ പ്രവൃത്തി മതി. അൽ മുസ്തരിത്തിൽ അദാലത്തി ഫിർ റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടകരിൽ നീതി വേണമെന്ന് ഷർത്താക്കുന്ന ഒരു പണ്ഡിതൻ, അയാൾ അമൽ ചെയ്തു ബി റിവായത്തി ശഖ്സിൻ, ഒരു വ്യക്തിയുടെ റിപ്പോർട്ട് എടുത്ത് അമൽ ചെയ്തു. ഈ അമൽ തഅദീലുൽ ലഹു, ആ റാവിക്ക് തഅദീലുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. അവിടെ അഭിപ്രായമുണ്ട്, കഥയല്ലേ. ഫിൽ അസ്ഹി, ബലപ്പെട്ട അഭിപ്രായത്തിൽ അങ്ങനെയാണ്. റാവിയിൽ അദാലത്ത് ഷർത്താക്കുന്ന ഒരു പണ്ഡിതൻ ആ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അമൽ ചെയ്താൽ മനസ്സിലാക്കാം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി തഅദീലുള്ള ആളാണ്, അത് രീതിയുള്ള ആളാണെന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാം എന്നാണ്. വ ഇല്ല, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ലമ അമില ബി റിവായത്തിഹി, ആ വ്യക്തി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൊണ്ട് ഈ പണ്ഡിതൻ അമൽ ചെയ്യുമായിരുന്നില്ല. അപ്പൊ അമൽ ചെയ്തു, അപ്പൊ അയാൾക്ക് നീതി ഉണ്ടെന്നല്ലേ അറിയിക്കുന്നത് എന്നതാണ്. അസഖ്ഗ്രല്ലേ പറഞ്ഞത്. വഖീല, അസഖിന് എതിരിൽ ലൈസ തഅദീലൻ ലഹു, അയാൾ അമൽ ചെയ്തു എന്നതുകൊണ്ട് ആ റാവിക്ക് തഅദീലുണ്ടെന്ന് വരില്ല. ആ അമല് തഅദീലാണെന്ന് അറിയിക്കൂല. പിന്നെന്താ? വൽ അമലു ബിറിവായത്തിഹി, അപ്പൊ ഇയാൾ ചെയ്ത ആ റിപ്പോർട്ടുള്ള അമലുണ്ടല്ലോ, ആ അമല് യജൂസു അൻ യകൂന ഇഹ്തിയാത്തൻ, അത് ദുഷ്കം പ്രവർത്തിച്ച് ചെയ്തതായിക്കൂടെ. അതിപ്പോ നീതി അറിയിക്കാനുള്ളതായ ഒരു തെളിവാക്കാനൊന്നും അവിടെ ഇല്ല. പിന്നെന്താ? ഈ റാവി ചെയ്ത ആ റിപ്പോർട്ട് കൊണ്ട് ഈ പണ്ഡിതൻ അമല് ചെയ്തപ്പോ അത് ദുഷ്കം പ്രവർത്തിക്കൂ എന്ന നിലപാടിൽ വന്നൂടേനാ. അങ്ങനെ ആകുമല്ലോ എന്നാ. യജൂസു ജായിസാവുമായി യകൂന അമലാവൽ ഇഹ്തിയാത്തൻ, ദുഷ്കം പ്രവർത്തിച്ചതായിട്ട് ചെയ്തതാവാലോ. നല്ല മറുപടി, അതും പറ്റും, ഒക്കെ യോജിക്കും. ഏതായാലും മസഹ് പണ്ഡിതൻ അവര് ചെയ്താൽ തഅദീലാന്ന് ഉറപ്പിച്ചോളി.
റിവായത്തു മല്ലാ യർവി ഇല്ലാലിൽ അദിലി അൻഹു. ഒരു വ്യക്തിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അത് നീതിക്ക് വേണ്ടിയല്ലാതെ ഇയാൾ റിപ്പോർട്ട് ചെയ്യൂല. ആ ഒരു വ്യക്തി നീതി ഉണ്ടായതുകൊണ്ട് മാത്രമേ അയാളെ തൊട്ട് ഇയാൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ റിപ്പോർട്ടും എന്താകുന്നു, ഇയാൾക്ക് നീതിയുണ്ടെന്ന് അറിയിക്കുന്നതാണ്. അതിപ്പോ എങ്ങനെയാ അറിയാ? ആ റിപ്പോർട്ട് ചെയ്ത ആൾ വ്യക്തമായി പറയാ നീതിമാനാണെന്ന് പറയാ, അത് വ്യക്തമായി പറയാ, അതുകൊണ്ടറിയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തൊട്ടുള്ള റിപ്പോർട്ട് ഇയാളെ പതിവിൽ എന്താണ് അറിയപ്പെട്ടതെന്താ? നീതി ഉണ്ടെങ്കിലേ അയാള് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അയാൾ പതിവ് അതാണ്. ആ നിലപാടിലൂടെയോ അല്ലെങ്കിൽ ഇയാൾ വ്യക്തമായി നീതിമാനാണെന്ന് പറയുകയും ചെയ്താൽ ആ റിപ്പോർട്ട് എന്താണ്? തഅദീലുല്ലഹു, അത് ആ വ്യക്തിയെ നീതിയുണ്ടെന്ന് അറിയിക്കുന്നതാണ്. ഏതുപോലെ കമാലൗകാല, ഈ റിപ്പോർട്ടകൻ പറയുക ഹുവ അദ്ലുൻ, അയാൾ നീതിമാനാണെന്ന് പറയുക. ഇങ്ങനെ വരാമെന്നാണ്. അപ്പൊ കീല, അവിടെ കീലയുണ്ട്, നിങ്ങളാ പറയും പോലൊന്നും അല്ല അവിടെ. പറ്റൂല എന്നാണ്, അത് നീതി ആക്കൂല എന്നാണ്. എന്താണ്? ജവാസി ആദത്തുഹു, അയാളെ പതിവുണ്ട് നിലകൾ പറഞ്ഞത്. ആ പതിവ് ആൾക്ക് ഒഴിവാക്കിക്കൂടെ? ആ പതിവ് ഒഴിവാക്കി റിപ്പോർട്ട് ചെയ്തൂടെ? അപ്പൊ ഇങ്ങനെ തഅദീലാന്ന് പറയാം. അങ്ങനെ ഒരു തീര അവിടെ വരാം. അസഹിനെതിരാണെന്ന് കൂട്ടിക്കോളും. ഇനി ഒരു വ്യക്തിക്ക് ജർഹുണ്ട് എന്നതിൽ പെട്ടതല്ല. എന്ത്? ആ ഒരു വ്യക്തിക്ക് മോശത്തരമുണ്ട് എന്ന് വരുത്തുണ്ടല്ലോ, അതിൽ പെട്ടതല്ല. തെർക്കുൽ അമലി ബിമർവിഹി, ആ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് അമൽ ചെയ്തില്ല എന്നുള്ളത്. അയാളൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു, ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്തില്ല, ഒഴിവാക്കി. ഇത് ഒഴിവാക്കിയപ്പോൾ ഈ റിപ്പോർട്ടകന് ജർഹുണ്ടെന്ന് അതുകൊണ്ട് കിട്ടില്ല, അതായി പെട്ടതല്ല. സാക്ഷി നിന്ന ഒരാള് അയാളുടെ എന്തുകൊണ്ടാണോ അയാൾ സാക്ഷി നിന്നതെങ്കിൽ ആ മഷ്ഹൂദ് കൊണ്ട് വിധിച്ചില്ല, ആ വിധി ഒഴിവാക്കി, അതുകൊണ്ടും ഇയാൾക്ക് ജുർഹുണ്ടെന്ന് വരുമോ? ഇല്ല. എന്താ കാരണം? ഈ ഒഴിവാക്കല് ജുർഹ് കൊണ്ടല്ലല്ലോ. ഇങ്ങനെ വരാലോ. ജവാസിയായി യക്കൂന തെറുക്കുലി മുആരിദിൻ, ഇവിടെ എന്തോ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടായി, അതുകൊണ്ട് എന്തായി? ആ മുആരിദുണ്ടായി ഇവിടെ, അത് എടുക്കാൻ പറ്റൂല അമല്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റാത്ത എന്തോടെ എതിരുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വിധിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഒഴിവാക്കിയതാണ്, അല്ലാതെ ഇയാൾക്ക് ജർഹുണ്ടായത് കൊണ്ട് ഒഴിവാക്കിയതല്ല. ഇങ്ങനെ വരാം. വളരെ ഹദ്ദു ലഹു, ആ വ്യക്തിയെ ഹദ്ദ് അടിച്ചില്ല, എന്നാൽ അതുകൊണ്ട് അയാൾക്ക് ജർഹുണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്ത് വിഷയത്തിൽ? ഫി ഷഹാദത്തി സിന, ഒരു വ്യക്തി സിന ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇയാൾ സാക്ഷി നിന്നു. അങ്ങനെ സാക്ഷി നിന്നാൽ ഹദ്ദ് അടിക്കണം. പക്ഷെ ഹദ്ദ് അടിച്ചില്ല. എന്തുകൊണ്ട്? ആ ഷഹാദത്തിന് കണക്ക് പൂർത്തിയാവണം. അത് പൂർത്തിയാവാത്തത് കൊണ്ടാണ് ഹദ്ദ് അടിക്കാതിരിക്കുന്നത്. അങ്ങനത്തെ രൂപത്തിൽ ഷഹാദത്ത് ഉണ്ടാവുമ്പോ ആ സാഹത്തിൽ ഹദ്ദ് ഉണ്ടാവില്ല. നിസാബ്, അവിടെ കണക്ക് പൂർത്തിയാവണ്ട, ഉണ്ടായില്ല, അതില്ലാത്തോണ്ട് ഹദ്ദടിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ജർഹ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വലാഫി നഹവി ഷുർബിൻ നബീദി, മുന്തിരിക കള്ളു കുടിച്ചു, അതുപോലത്തതിന് ഹദ്ദടിച്ചില്ല, അത് കുറച്ച് തുള്ളി, മസ്താ മാത്രമൊന്നുമില്ല. എന്തിനാല്? മിനൽ വസാഇൽ ഇജ്തിഹാദിയ്യത്തി അൽ മുഖ്തലഫി ഫിഹാ, വ്യത്യാസ അഭിപ്രായമുള്ള ഗവേഷകൻ ചെയ്തെടുത്തതായ മസ്അലകൾ, അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അങ്ങനത്തെ മസ്അലകളിൽ നിന്ന് നബീദിന്റെ ഷുർബ്, മുന്തിരിക കള്ളല്ലേ, ആ മുന്തിരിക കള്ള് കുറച്ച് കുടിച്ചു പോലോത്തതിൽ ഹദ്ദടിച്ചില്ല. ഇഖ്തിലാഫുള്ള മസ്അല ഏതുപോലെ പറഞ്ഞ വേറെ ഉദാഹരണമുണ്ട്. നിക്കാഹിൽ മുത്അത്തി, മുത്അത്തിന് നിക്കാഹുണ്ട്. അത് പറഞ്ഞ ഒരു സമയം നിശ്ചയിച്ച് വിവാഹം ചെയ്തിട്ട് പിന്നെ ഒഴിവാക്കുക, ഇങ്ങനൊക്കെ ഒരു പരിപാടിയുണ്ട്. അത് പാടില്ല.
അത് ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പത് ഇജ്മാ ആണ്. അപ്പൊ ഈ ഉദാഹരണം ശരിയാവില്ല. മുമ്പത്തെ കാലത്തെ അവസ്ഥ നോക്കിയിട്ടാണ് പറയുന്നത്. അതിന് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അത് ലി ജവാസിയായി യാത്തക്കിത ഇബാഹത്ത ദാലിക മുത്തഅത്തിന്റെ നിക്കാഹ് ഹലാലാണെന്നാൽ വിശ്വസിക്കാലോ. അങ്ങനെ വിശ്വസിച്ചത് ജായിസാവാലോ. അതുകൊണ്ടാണ് ഹദ്ദടിക്കാത്തത്. എന്നതുപോലെ ഇയാൾ കുറച്ച് കള്ളു കുടിച്ചു, അതിന് മസ്തായതൊന്നുമില്ല, അപ്പൊ അതിനെന്തൊക്കെയോ ഷർത്ത് ഉണ്ടാവും, ആ ഷർത്തൊക്കെ പോയി, അപ്പൊ ആ രൂപത്തിൽ അയാൾ ഹദ്ദടിക്കാൻ പറ്റാതെ വന്നല്ലോ, അതൊക്കെ വരാലോ എന്നുള്ളതാണ്. പിന്നെ അപ്പൊ അതുകൊണ്ടും ഹദ്ദടിച്ചില്ല എന്നത് കൊണ്ട് ഇയാൾക്ക് എന്തുണ്ട്, ജർഹുണ്ടെന്ന് പറയാൻ പറ്റില്ല. വലത്തദ്രീസു ഫീമൻ റവാ അൻഹു ഫീമൻ റുവിയ അൻഹു. തദ്ലീസ് ഫീമൻ ഒരുത്തനിൽ, റുവിയ അൻഹു അയാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആരെ തൊട്ടാണോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ അയാളിൽ എന്തുണ്ടായി, തദ്ലീസ് പൂർത്തിയാക്കലേ. ആ തദ്ലീസും എന്തല്ല, ജർഹ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്, ബിത്തസ്മിയത്തി വൈരി മശ്ഹൂറത്തിൽ ലഹു, ഒരു വ്യക്തിക്ക് ആ റാവിക്ക് പ്രചാരമായത് അല്ലാത്തൊരു പേര് കൊടുക്കുക. ആ റാവിക്ക് പ്രചാരമില്ലാത്തൊരു പേര് കൊണ്ട് തദ്ലീസ് നടത്തിയാൽ അത്തരം തദ്ലീസ് കൊണ്ട് എന്തുണ്ട്, ജർഹുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തിനാണത്, ഹത്താലാ യുറഫ, അദ്ദേഹത്തെ അറിയപ്പെടാതിരിക്കാനാണ് മസ്ഊർ ആവാത്ത പേര് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തദ്ലീസ് ഇല്ല. ഇത് ലാ ഖലല ഫീ ദാലിക്, അതില് യാതൊരു ഖലൽ പിഴവില്ലല്ലോ. അതുകൊണ്ടാണ് തദ്ലീസ് എന്തല്ല, ജർഹല്ല എന്ന് പറയാൻ കാരണം. എങ്കിൽ കാല ബിനുസ്സംആനി, ഇബ്നു സംആൻ എന്നവര് പറഞ്ഞു, ഇല്ലാ അൻ യകൂന ബിഹൈസു ലൗ സുഇല അൻഹു. ആ റാവിയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ആ ചോദിക്കപ്പെട്ടോടത്ത് ലയ്യുബയ്യിൻഹു, ആ റാവിയെ ആ പേര് പറഞ്ഞിട്ട് വ്യക്തമാക്കി കൊടുത്തില്ലാന്ന് വെക്കുക. അങ്ങനത്തെ അവസ്ഥയല്ലാത്തോടത്തേക്കാണ് ആ പറഞ്ഞത്. അവ ചോദിച്ചിട്ട് പേര് വ്യക്തമാക്കിയില്ലെങ്കിലോ അപ്പൊ പിന്നെ ജർഹന്റേത് വെക്കും. കാരണം ആ റാവിയെ കുറിച്ച് ചോദിച്ചപ്പോ പേര് വ്യക്തമാക്കി കൊടുത്തില്ല റാവിയെങ്കിൽ അങ്ങനെ ചെയ്ത പണി അത് അദ്ദേഹത്തിനുള്ള ജർഹാണ്, അംഗീകരിക്കാൻ പറ്റില്ല എന്നതാണ്. ലിൽഖൂരിൽ കദിബി ഫീഹി, എന്തുകൊണ്ട്, അദ്ദേഹം ആ റാവിയിൽ കളവ് വെളിവായത് കൊണ്ട്, അതുകൊണ്ടാണ് അത് ജർഹാണെന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വജീബ, അയ്യേ ഇങ്ങനെ പറഞ്ഞു ശരിയല്ല കേട്ടോ, അതിന് മറുപടി ഇവിടെ ഉണ്ട്. ബിമൻഇദാലിക, അതില്ല, കളവന്റെ അല്ല എന്ന് പറഞ്ഞത് നിഷേധിച്ചോ. നിങ്ങൾ കളവ് വെളിവായതല്ല, അങ്ങനെ കളവന്റെ പരിപാടിയിലില്ല. അപ്പൊ തൊർക്കുൽ ഇസ്തിസ്നായി, ഏറ്റവും നല്ലത് ഇവിടെ ഇല്ലാ യകൂന എന്ന് സംആനി ഇമാം പറഞ്ഞു. ഇല്ലാ യകൂന ഉണ്ടല്ലോ ഇസ്തിസ്ന, അത് ഒഴിവാക്കലാണ്. അൽഹറു ബിർഹു, അൽഹറു ബിർഹു, ഈ ഇസ്തിസ്ന കൊണ്ടുവന്നതിനേക്കാൾ ഏറ്റവും അൽഹർ ഇസ്തിസ്ന ഒഴിവാക്കി പറയലാണ് എന്നർത്ഥം. അപ്പൊ ആ ചർച്ച അവിടെ കഴിഞ്ഞു. വലത്തദ്ലീസു ബിഇഅതാഇ ശഖ്സിൻ ഇസ്മൻ ആഖറ, ഒരു വ്യക്തി മറ്റൊരു പേര് കൊടുക്കുക, മറ്റൊരു പേര്. എന്തുകൊണ്ട്, തശ്ബീഹ, രണ്ടാളും തുല്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സാദൃശ്യത ഉണ്ടായതുകൊണ്ട് ഒരു വ്യക്തി റാവിക്ക് മറ്റൊരു പേര് കൊടുക്കുക. ഇങ്ങനെ പേര് കൊടുത്തുകൊണ്ടുള്ള തദ്ലീസും ജർഹല്ല. ഉദാഹരണമായി പറയാം, കഖൗലിന, നമ്മൾ പറയാ, അഖ്ബറന, നമ്മൾക്ക് വിവരം നൽകി, പറഞ്ഞു തന്നു, അബൂ അബ്ദില്ലാഹിൽ ഹാഫിദു എന്ന് പറയുന്ന ആള് നമ്മൾക്ക് വിവരം നൽകി തന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് ആരാ, അസ്സഹബിയു, സഹബി ആണ്, സഹബി ഇമാമിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്, ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ പേര് കൊടുത്തത് തശ്ബീഹൻ ബിൽ ബൈഹഖി, ബൈഹഖി ഇമാമിനോട് തശ്ബീഹ് ആയിട്ടാണ് ഇപ്പോഴെ ഇവിടെ പറഞ്ഞത്. ബൈഹഖി ഇമാം എന്താ പറഞ്ഞത്, ഫീ ഖൗലിഹി, ബൈഹഖി ഇമാം അവരുടെ ഹദീസിൽ ബാക്കിൽ പറഞ്ഞത് ഹദ്ദസന അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞു. അബൂ അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് ഹദ്ദസന ഇട്ടിട്ട് ബൈഹഖി ഇമാം തന്റെ ഖൗലിൽ പറയുമ്പോൾ
അതേ ബൈഹഖി ഇമാമിനോട് സാദൃശ്യമായിക്കൊണ്ട് മറ്റൊരാൾ പറയാ അഖ്ബറന അബു അബ്ദില്ലാഹിൽ ഹാഫിളു എന്ന് പറയാ. അപ്പൊ തശ്ബീഹാക്കിക്കൊണ്ട് മറ്റൊരു പേര് പറഞ്ഞു. ബൈഹഖി ഇമാം പറഞ്ഞ അബു അബ്ദില്ലാഹിൽ ഹാഫിദ് ആരാണ്? അതുകൊണ്ട് ബൈഹഖി ഇമാം ഉദ്ദേശിക്കുന്നത് അൽ ഹാക്കിമ, ഹാക്കിം എന്നവരെയാണ്. അപ്പൊ ബൈഹഖി ഇമാം ഉദ്ദേശിക്കുന്നത് ഹാക്കിമിനെയാണ് അബു അബ്ദില്ലാഹിൽ ഹാഫിദ് പറഞ്ഞാല്. അതേ സമയത്ത് നമ്മൾ പറയാണ് അബു അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ ദഹബിയുമാണ്. എങ്കിൽ ഹാക്കിമാണ്. ഇങ്ങനെ പറഞ്ഞാലും തദ്രീസ് ജർഹ് അല്ല എന്നല്ലേ പറഞ്ഞത്? മറ്റൊരാളെ പേരിലാണ് കൊടുത്തത്. അതാ കാരണം മഖ്സൂദി ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് വെളിവായല്ലോ. ഇവിടെ മഖ്സൂദ് എന്താണോ അവിടെ കിട്ടിയില്ലേ. അപ്പൊ ആ മഖ്സൂദ് എന്ത് ഉണ്ടായത് കൊണ്ട് എന്താവൂല, ഇവിടെ തദ്ലീസ് കൊണ്ട് ജർഹ എന്ന് പറയാൻ പറ്റുകയില്ല. എന്താ മഖ്സൂദ്? ഈ പറഞ്ഞ ആള് മുസന്നിഫ് അന്നൽ മുറാദബി അബി അബ്ദില്ല ഹദ്ദസന അബു അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് ദഹബി ഇമാം ഹാക്കിമല്ല. അതാണ് മാറ്റം. മുസന്നിഫ് ഇവിടെ അബു അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹദ്ദസന അബു അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറയുന്നിടത്ത് അത് ദഹബി എന്ന് മനസ്സിലാക്കാം. ആ മുസന്നിഫ് പറയുകയാണ് എന്ത് ഹദ്ദസന അബു അബ്ദില്ലാഹിൽ ഹാഫിദ് എന്ന് പറഞ്ഞാല് അത് ഹാക്കിമാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം മുസന്നിഫിന്റെ കാലവും ഹാക്കിം എന്നുള്ള കാലവും എത്രയോ അകലെയാണ്. ബൈഹഖി പറയുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ബൈഹഖി ഇമാമിനോട് സാദൃശ്യമായിക്കൊണ്ട് ഹദ്ദസന എന്നോ അഖ്ബറന എന്നോ മുസന്നിഫ് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? ദഹബിയാണ് അബു അബ്ദില്ലാഹിൽ ഹാഫിദോട് ഉദ്ദേശിക്കുന്നത് എന്നതാ. ആ മഖ്സൂദോടെ വെളിവായി. ആ വെളിവായത് കൊണ്ട് ആ തദ്ലീസ് ജർഹല്ല. യാത്ര കണ്ടുമുട്ടി എന്നതിനൊക്കെ തോന്നിപ്പിക്കുന്ന വിധം കൊണ്ടുള്ള തദ്ലീസ് ഉണ്ട്. അത്തരം തദ്ലീസും ജർഹല്ല. അല്ലവ്വലു കണ്ടുമുട്ടി എന്ന് തോന്നിപ്പിക്കുന്നതിനുള്ള ഉദാഹരണം കഖൗലി ബിൻ ആസിരി സുഹരി, സുഹരി ഇമാമിന്റെ കാലക്കാരൻ പറയും പോലെ മസൽ ഉദാഹരണമായിട്ട് എന്ന് പറയാ വാസ്തവത്തിൽ സുഹരി ഒലം യൽഖിഹി വാസ്തവത്തിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. ആരെ? സുഹരി ഇമാമിനെ ഈ കഥ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നവർ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. എന്നിട്ട് പറയുകയാണ് കാല സുഹരിയു എന്ന് പറഞ്ഞു. ഇയാള് സുഹരി ഇമാമുമായി കണ്ടുമുട്ടിയിട്ടേയില്ല. എന്നിട്ട് സുഹരി എന്ന് പറയുമ്പോൾ എന്താണ് തോന്നിപ്പിക്കുക? മൂഖിഅൻ ഫിൽ വഹബി അയദ്ഹിരി, ഹൃദയത്തിൽ ഈ വാക്ക് തോന്നിപ്പിച്ചു തരുന്നുണ്ട്. എന്താ തോന്നിപ്പിച്ചു തരുന്നത്? അന്നഹു സമിഅഹു, ഇദ്ദേഹം സുഹരി ഇമാമിനെ കേട്ടിട്ടുണ്ട് എന്ന്. വാസ്തവത്തിൽ സുഹരി ഇമാമുമായി അയാൾ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. ഇങ്ങനെ കണ്ടുമുട്ടി എന്ന് തോന്നുന്ന വിധത്തിലുള്ള പദപ്രയോഗം ഇതുകൊണ്ടും തദ്ലീസ് നടത്തിയാൽ ജർഹാകുമോ? ഇല്ല. ഇനി റിഹനത്തുണ്ടായി എന്നല്ലേ അത് അസ്താനി, രണ്ടാമത്തത് അതാണ്. അതിന് ഉദാഹരണം എങ്ങനെ പറയാം? നഹ്വ അൻ യുഖാല, പറയപ്പെടുക ഹദ്ദസന മൻ വറാഅ അൻ-നഹ്രി എന്ന. വറാഅ അൻ-നഹ്റിന്റെ അപ്പുറത്ത്, നെഹ്റിന്റെ അപ്പുറത്ത് വറാഅ അൻ-നഹ്ർ, അവിടെയുള്ള ഒരാൾ നമ്മൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് മൂഹിമൻ തോന്നിക്കുന്ന വിധമാണ്. ജയ്ഹൂൻ, ജയ്ഹൂൻ നദി എന്നാണ് വറാഅ അൻ-നഹർ. അപ്പൊ ജയ്ഹൂൻ നദിയെ തോന്നിപ്പിച്ചു തരുന്നു. വൽ മുറാദ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നെഹ്റ മിസർ, മിസറിലെ പുഴയാണ്. ഈ മിസറിലെ പുഴയാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ വറാഅ അൻ-നഹർ എന്ന് പറഞ്ഞാലോ ജയ്ഹൂൻ നദിയാണ് തോന്നിപ്പിച്ചു തരുന്നത്. ഇയാൾ എവിടെയാ? കഅയ്യകൂന ബിൽ ജീസ, ജീസത്തിലാണ് ഇയാൾ ഉള്ളത്. ജീസത്തിലുള്ള ഇയാൾ വറാഅ അൻ-നഹറിന്റെ അവിടെ ഉള്ള ഒരാൾ നമുക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെയൊക്കെ യാത്ര ചെയ്ത് പോയി കണ്ടുമുട്ടിയത് പോലെ തോന്നും. അതില്ല. ഇനി അന്നദാലിക, എന്താ ഇതൊക്കെ? കാരണം മിനൽ മുആരിളി, ഇതൊക്കെ സൂചനകളാണ്. ഇങ്ങനെ സൂചിപ്പിച്ചു തരുന്ന കാര്യപ്പെട്ടു എന്നേ ഉള്ളൂ. ലാ കദിബ ബിഹി, അതിൽ കളവൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തരം തദ്ലീസ് കൊണ്ട് ജർഹില്ല എന്ന് പറയാൻ കാരണം. അപ്പൊ ഇസ്നാദിലും സനദിലൊക്കെ തദ്ലീസ് വന്നു. ഇനി മത്നി എന്ന് പറയുന്ന ഹദീസിന് അതിനുള്ള തദ്ലീസ്. അമ്മാ മുദല്ലിസുൽ മുതൂനി,
ഹദീസുകളിൽ തദ്രീസ് നടത്തുന്ന ആള് ഹദീസുകളിൽ തദ്രീസ് നടത്തുന്നവൻ മുദല്ലിസ് അല്ലേ? ആ മുദല്ലിസ് ആരാ? മൈ യുദിരിജു കലാമുഹുമാഹ, ഹദീസ് പറയുമ്പോ അതോടൊപ്പം അയാളെ കലാമും കൂടി അതിൽ കൂട്ടിക്കലർത്തി പറയുക. ബിഹൈസുലായത്തമയ്യസാനി, റസൂലുള്ളാന്റെ ഹദീസും ഇയാളെ കലാമും തമ്മിൽ എന്താ വേർതിരിഞ്ഞു കിട്ടൂല, ആ രൂപത്തിൽ കൂട്ടിക്കലർത്തി പറയുക. ഇതാണ് ഹദീസില് മുദല്ലിസ് എന്ന് പറഞ്ഞാൽ. മുത്തൂർ എന്ന് പറഞ്ഞ ഹദീസാണ്. ആ ഹദീസുകളിലുള്ള മുദല്ലിസ്. ആദ്യം പറഞ്ഞതൊക്കെ സനദിലും അതുപോലെ ഇസ്നാദിലുമുള്ള തദ്രീസ. ഈ രൂപത്തിലുള്ള മുദല്ലിസ് മജ്റൂഹുൻ, അവിടെ മജ്റൂഹന്റെ അയാള്, ആ മുദല്ലിസ് മജ്റൂഹാണ്. എന്തുകൊണ്ട് മജ്റൂഹായി? അയാളല്ലാത്തതിനെ എന്താക്കി സംഭവിപ്പിച്ചു? ഫിൽകദിബി, കളവിൽ, അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ മേലിൽ കളവ് പറയുന്നതിൽ അയാളല്ലാത്തതിനെയും അതിൽ കൂട്ടിക്കലർത്തി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് മജ്റൂഹായത് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ രീതി. തഅദീല്, ജർഹ് ആകണതും ആകാത്തതും പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്വഹാബി ആരാണ്, എന്തൊക്കെയാണ്, ആരെ വാക്കൊക്കെ സ്വീകരിക്കാം, എങ്ങനെയൊക്കെ സ്വീകരിക്കാം എന്നുള്ള ചർച്ചയാണ് ഇനി നമുക്കുള്ളത്. എടുത്ത ക്ലാസ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അതിനുള്ള അപാകതകളും ന്യൂനതകളും പുറത്തു തന്ന് റാഹത്താക്കി റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കുമാറാവട്ടെ. തുടർന്ന് ക്ലാസ് എടുക്കുവാനും പഠിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടുകൂടെ ഈ വോയിസ് നിങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ ജംഇന്റെ ക്ലാസ് 48. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്വഹാബി ആര്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അസ്വഹാബിയു, സ്വഹാബി എന്ന് പറഞ്ഞാൽ, സ്വഹാബി എന്ന് പറയുമ്പോൾ അയ ഷഖ്സുല്ലദീ യുസമ്മ സ്വഹാബിയൻ, സ്വഹാബി എന്ന് പറയാൻ പറ്റുന്നൊരു വ്യക്തി എന്നതാണ് സ്വഹാബി. സ്വഹാബിയിലേക്ക് ചേർക്കപ്പെട്ടതുകൊണ്ട് സ്വഹാബി എന്ന് പറയാൻ പറ്റുന്ന വ്യക്തി എന്ന അർത്ഥം വെക്കാം. അതിന് ശരിക്കുള്ള അർത്ഥം എന്തായി? ഐ സ്വാഹിബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ സാഹിബ്, നബിന്റെ കൂടെയുള്ള ആളെന്നല്ലേ സാഹിബിന്റെ അർത്ഥം? സഹവസിച്ച ആള് എന്നൊക്കെയല്ലേ അർത്ഥം? അതാരാണ്? മനിജ്തമഅ മുഅ്മിനൻ ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളാണ്. ഇജ്തമഅ, അയാൾ ഒരുമിച്ച് കൂടി. ഹാല കൗനിഹി, ആ മന്ന് ആയ സ്ഥിതിയിൽ, മുഅ്മിനൻ സത്യവിശ്വാസിയായ സ്ഥിതിയിൽ ആരോടൊരുമിച്ച് കൂടി? ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളോട് ഒരുമിച്ച് കൂടി. അപ്പൊ മുഅ്മിനായ നിലയിൽ മുഹമ്മദ് നബി തങ്ങളോട് ഒരുമിച്ച് കൂടിയ ഒരാളെ കൊണ്ടാണ് സ്വഹാബി എന്ന് പറയുക. ഇതിൽ ദക്കറൻ കാന ഔ ഉൻസ, ആണായാലും പെണ്ണായാലും സ്വഹാബിയാണ്. ഇവിടെ ഫഖറജ, അപ്പോൾ പുറത്തുപോയി. മൻ ഇജ്തമ ബി കാഫിറൻ, മനിജ്തമഅ മുഅ്മിനൻ എന്ന് പറഞ്ഞതുകൊണ്ട് കാഫിറായ ഒരാള് വിശ്വസിക്കാതെ നബിയുമായി ഒരുമിച്ച് കൂടിയ സ്വഹാബിയല്ല, അയാൾ പുറത്തുപോയി. ഫലൈസ ബി സ്വാഹിബിൻ ലഹു, അയാൾ നബിയോട് സഹവസിച്ചു എന്നിട്ട് സ്വഹാബിയായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ലി അദാവത്തിഹി, അയാൾ നബിയോട് ശത്രുതയുണ്ടായതുകൊണ്ട്. അപ്പൊ ശത്രു ഇല്ലാതിരിക്കണമെങ്കിൽ വിശ്വാസിയാവണം എന്നർത്ഥം. കാഫിറാകുമ്പോൾ സ്വഹാബിയാവൂല. ഇനി ഇവിടെ നമുക്കൊരു നഹ്വിന്റെ ഖായിദ പറയാനുണ്ട്. വ ഫസല, മുസന്നിഫ് വിട്ടുപിരിച്ചു. ബൈനൽ ഫിഇലി, ഇജ്തമഅ എന്ന് പറയുന്ന ഫീലിന്റെയും മുതഅല്ലിഖിഹി, ഇജ്തമഅ എന്ന ഫീലിന്റെ മുതഅല്ലിഖാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മുതഅല്ലിഖിന്റെയും ഇജ്തമഅ എന്ന ഫീലിന്റെയും ഇടയിൽ വിട്ടുപിരിച്ചു. ബിൽ ഹാലി, മുഅ്മിനൻ എന്ന് പറയുന്ന ഹാല് കൊണ്ട്. ഹാലാണത്, ഹാല കൗനിഹി. എന്തേ അങ്ങനെ വിട്ടുപിരിച്ചത്? ലി തലിയ സാഹിബഹ,
ഹാല് അതിന്റെ സാഹിബാലിനോട് അടുത്ത് വന്നു. ഹാലുണ്ടാകുമ്പോൾ ഒരു സാഹിബ് ഉണ്ടാകുമോ, സാഹിബ് ഹാൽ അതിൽ നിന്നുള്ള ഹാലായിട്ട് വരിക. അപ്പൊ ഈ ഹാല് സാഹിബിനോട് അടുത്ത് വന്നു, അതിന്റെ സാഹിബാലിനോട് അടുത്ത് വന്നു. വഹുവ ഏതാണ് സാഹിബ് ഹാല്? അത് മാരിഫ ആയിരിക്കണല്ലോ. അത് ലമീർ ഇജിത്തമ എന്നതിലെ ലമീറാണ്. അപ്പൊ മൻ ഒരാളാണ്, ഇജിത്തമ അയാൾ ഒരുമിച്ചുകൂടി, ഹാല കൗനിഹി മുഅ്മിൻ അയാൾ തന്നെ സത്യവിശ്വാസിയായ നിലയിൽ ആരോട്? ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ഒരുമിച്ചുകൂടി. അങ്ങനെ നഹവിന്റെ ഒരു ഗ്രാമർ അവിടെ വിശദീകരിച്ചതാണ്. വ അദല, ഇനി വേറൊന്നും കൂടി ഇവിടെ പറയാനുണ്ട്. മുസന്നിഫ് തെറ്റിയിട്ടുണ്ട് ഇവിടെ. അൻ ഖൗലി ഇബ്നുൽ ഹാജിബി വ ഗൈരിഹി, ഇബ്നു ഹാജിബിന്റെയും അല്ലാത്തവരുടെയും വാക്കിനെ തൊട്ട് തെറ്റി. അതെന്താണ്? മൻ റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊരു ഖൗലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇബ്നു ഹാജിബും അല്ലാത്തവരൊക്കെ പറഞ്ഞത്. ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അത് മാറ്റിയിട്ട് മനിജിത്തമഅ മുഅ്മിനൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇബാറത്തുണ്ട്. അതെന്തിനാ ഒരു പറയുന്നത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ഇബാറത്തിടുമ്പോൾ പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ആ പോയിന്റ്? ലിയഷ്മൽ അഅമ മിൻ അവലി സുഹബ, ആ സുഹബത്ത് തുടങ്ങുമ്പോൾ തന്നെ കണ്ണു കാണാത്ത ആളെ ഇത് ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ മണ്ട പറഞ്ഞ ഉൾപ്പെടൂല കണ്ണു കാണാത്ത ആള്. അപ്പൊ അന്ധനായ ആളും സ്വഹാബിയായി തുടക്കത്തിൽ തന്നെ വരണം. അത് വരണമെങ്കിൽ മനിത്തമഅ മുഅ്മിനൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഇബാറത്ത് ഇട്ടെങ്കിൽ തന്നെ പറ്റുകയുള്ളൂ. കണ്ടു കാണാത്ത സ്വഹാബിയാരെ പോലെ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ മഹാന് കണ്ടു കാണില്ല, സ്വഹാബിയാണല്ലോ. അപ്പൊ നബിയോടുള്ള ആ സ്വഹബത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇയാളും ഉൾപ്പെടണമെങ്കിൽ അങ്ങനെ വേണം. അതുകൊണ്ടാണ് ഇബ്നു ഹാജിബിന്റെയും അല്ലാത്തവരുടെയൊക്കെ വാക്കിനെ തൊട്ടി മണ്ട എന്ന് പറഞ്ഞത് ഒഴിവാക്കിയത്. വഇല്ലം യർവി അൻഹു ഷൈഅൻ, നബിയുമായി സത്യവിശ്വാസിയായിട്ട് ഒരുമിച്ചുകൂടി ഈ ആൾ നബിയെ തൊട്ട് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്വഹാബി തന്നെ. വലം യുതിൽ, നബിയുമായുള്ള ഒരുമിച്ചുകൂടൽ ദീർഘമായിട്ടില്ലെങ്കിലും സ്വഹാബി തന്നെയാണ്, മുഅ്മിനാവണം എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ബിഖിലാഫി താബിഈ മാ സ്വഹാബി, സ്വഹാബിയോടുകൂടെ താബിഈന് എതിരുകൊണ്ട് താബീനെ പറ്റൂല. ഓഹുവ താബിഈ സായിബുഹു, താബി എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിയോട് സാവചിച്ച ആളാ, അതാണ് താബി. ഈ താബി സ്വഹാബിയോട് കൂടെയാകുമ്പോ നേരെ എതിരുന്നാ. സ്വഹാബിക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ട, സമയം ദീർഘിക്കും വേണ്ട. താബി അങ്ങനല്ല. ഫലാ യക്ഫി ഫീ സിദ്ഖി ഇസ്മി താബിഈ അല ശഖ്സി, ഒരു വ്യക്തിയുടെ മേൽ അയാൾ താബി ആണെന്ന പേര് സാദിക്കാവണമെങ്കിൽ അതിൽ മതിയാവുകയില്ല. ഇജ്തിമാഉഹു ബി സ്വഹാബിയി, സ്വഹാബിയെ കൊണ്ട് ഇയാൾ ഒരുമിച്ച് കൂടിയ പോരാ. മിൻ ഗൈരി ഇതാലത്തിൽ ഇജ്തിമാഇ ബിഹി, ആ സ്വഹാബിയുമായി ഇയാൾ ഒരുമിച്ച് കൂടൽ ദീർഘമാവാതെ പറ്റില്ല. വെറും ഒരുമിച്ച് കൂടിയ പോരാ, ദീർഘമാവണം. അത് പറയാൻ കാരണം നളറിൽ സുഹബ, സുഹബത്തിലേക്കുള്ള, സുഹബത്തിൽ സാധാരണ ഉറുഫുണ്ട്, പതിവ്. ആ ഉറുഫിലേക്ക് നോക്കിയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഒരു സുഹബത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഇരുന്നാൽ പോരല്ല, കുറച്ച് നീളന്റെ വേണ്ടേ, എന്നെങ്കിലല്ലേ സുഹബത്തുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണല്ലോ ഉറുഫ്. അതിലേക്ക് നോക്കിയിട്ടാണ് സ്വഹാബിയെ കൊണ്ട് ഒരുമിച്ച് കൂടിയ താബിഈ എന്ന് പറയണമെങ്കിൽ ഇത്വാലത്ത് വേണം, ഇജ്തിമാഇന്. വഇൻ ഖീല, പറയപ്പെട്ടാൽ യക്ഫി മതിയാകും, കൽ അവ്വലി, സ്വഹാബിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും താബിഈല് ദീർഘിക്കൊന്നും വേണ്ട, ഇജ്തിമാഇ എന്ന് പറയപ്പെട്ടാൽ പോലും ഇങ്ങനെയാണ്. അങ്ങനെ മതി എന്നൊരു അഭിപ്രായം ഉണ്ട്. അത് പറഞ്ഞാൽ പോലും ശരി, മതിയാവില്ലാതെ ഇവിടെ പറയണേ. വൽ ഫർഖു, അപ്പൊ സ്വഹാബിയും താബിയും തമ്മിലുള്ള വ്യത്യാസം, സ്വഹാബിക്ക് ഇജ്തിമാഇ തൂല് വേണ്ടെന്ന് പറയണ്, സ്വഹാബിയുമായി ഒരുമിച്ചുകൂടെ താബിക്ക് തൂല് വേണമെന്നും പറയുന്നു. എന്താ മാറ്റം, വ്യത്യാസമുണ്ട്. അന്നൽ ഇജ്തിമാഅ ബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരാൾ സമ്മേളിക്കുന്നത് ഈ അസ്യറു അത് ഫലം വരുത്തും. എന്തിനാൽ മിന്നൂരിൽ കൽബിയായ പ്രകാശത്തിനാൽ എന്തിനെ ഫലം വരുത്തും? സ്വഹാബി അല്ലാത്ത മറ്റ് നല്ല ആളുകൾ ഇവരോടൊക്കെ ദീർഘനേരം ഒരുമിച്ച് കൂടിയാൽ കിട്ടുന്ന ഫലം എന്താണോ അതിന്റെ ഇരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടും. അപ്പൊ അത് വേണ്ട, ദീർഘം വേണ്ട. നബിന്റെ കൂടെ ആകുമ്പോ മറ്റുള്ള ആളുകളോട് കൂടെ കൂടുമ്പോ ദീർഘം വേണം, എന്തെങ്കിലും കിട്ടും. അതിലേറെ വേഗതയിൽ നബിയുമായി ഒരുമിച്ച് കൂടുമ്പോ കിട്ടും. അത് തന്നെയാണ് സ്വഹാബിയും താബിയും തമ്മിലുള്ള മാറ്റം. അപ്പൊ പിന്നെ അയറാബിയോ ഗ്രാമീണവാസി, ഫൽ അയറാബിയും അപ്പോൾ ഗ്രാമീണക്കാരൻ, അൽ ജിൽഫു അയാളെ പ്രകൃതി എന്താണ്? പൊതുവെ അകന്നു നിൽക്കലാണല്ലോ. അപ്പൊ അയാളോ അത് ബി മുജറദി മാ യജിത്തബിഉ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ, സത്യവിശ്വാസിയായ നിലയിൽ നബി തങ്ങളുമായി അയാൾ ഒരുമിച്ച് കൂടിയല്ലോ. ആ ഒരുമിച്ച് കൂടി എന്നതുകൊണ്ട് മാത്രം തന്നെ യന്തിഖു ബിൽ ഹിക്മ, അയാൾ നാഫിയായ ഇൽമു കൊണ്ട് സംസാരിക്കും. എന്തുകൊണ്ട്? ബി ബറകതി ത്വൽഅതി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ തിരുമുഖം നേർക്കുനേരെ കണ്ട ബർക്കത്ത് കൊണ്ട് ഈ അയറാബി അകന്നു ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരൊറ്റ വട്ടം നബിനോട് ഒരുമിച്ച് കൂടി എന്നതുകൊണ്ട് തന്നെ ആ തിരുമുഖം കാണുക എന്ന ബർക്കത്ത് കൊണ്ട് നാഫിയ ഇൽമു കൊണ്ട് ഇയാൾ വഴിയും. അങ്ങനെയാണ് അയറാബിയുടെ കഥ. ഇനി നമുക്ക് ഖീലയിലൂടെ പോകാം. ഇവിടെ പറയുന്നു, ഖീല പറയപ്പെട്ടിരിക്കുന്നു, യുസ്തറത്താനി അൽ മദ്കൂറാനി, പറയപ്പെട്ട രണ്ട് കാര്യം ഷർത്താണ്. എന്താ പറയപ്പെട്ടത്? മിനർ റിവായത്തി, ഒന്ന് റിവായത്തും വേണം, വഇത്വാലത്തിൽ ഇജ്തിമായി, ഒരുമിച്ചുകൂടെ ദീർഘമാവുകയും വേണം. ആരില്? ഫീ സിദ്ഖി ഇസ്മി സ്വഹാബി, ഒരാൾക്ക് സ്വഹാബി എന്ന പേര് വരണമെങ്കിൽ തന്നെ ദീർഘനേരം ഒരുമിച്ച് കൂടുകയും ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും കൂടി വേണമെന്നാണ് ഖീല പറയുന്നത്. എന്താ അങ്ങനെ ഖീലക്കാര് പറയാനുള്ള ന്യായം? നൗറൻ ഫിൽ ഇത്വാലത്തി ഇലൽ ഉർഫി, സാധാരണഗതിയിൽ ദീർഘിക്കണ്ടേ, എന്തെങ്കിലല്ലേ സുഹബത്തുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കുറച്ചു നേരം സുഹബത്തുണ്ടെന്ന് പറയാം, ഇല്ല അവിടെ ഇന്ന് പോയിന്നല്ലേ പറയുള്ളൂ. ഇദ്ദേഹം മറ്റൊരാളുമായി സുഹബത്തുണ്ടെന്ന് സാധാരണഗതി പറയണമെങ്കിൽ ദീർഘിപ്പിക്കണ്ടേ. അപ്പൊ ഉറുഫിലുള്ള ആ ദീർഘത്തിലേക്ക് നോക്കിയോട് കൊണ്ടാണ് സ്വഹാബിയിലും ഇത് പറയണമെങ്കിൽ ഇജിത്തിമായി തൂലാവണം എന്ന് പറയുന്നത്. വഫിർ റിവായത്തി, റിവായത്തിൽ ഇത് സാധിക്കാവണമെങ്കിൽ എന്തിലേക്ക് നോക്കി? ഇലാ അന്നഹ, നിശ്ചയമായിട്ടും റിവായത്ത് അൽ മഖ്സൂദുൽ അഅ്ളം, റിവായത്ത് വേണമെന്നല്ലേ പറഞ്ഞത്. അതെന്താ റിവായത്ത് ചെയ്യണമെന്ന് പറയാൻ കാരണം? റിവായത്തിലേക്ക് നോക്കുമ്പോൾ മഖ്സൂദുൽ അഅ്ളം എന്താ? അതെന്നല്ലേ റിപ്പോർട്ട് ചെയ്യലാണല്ലോ. മിൻ സുഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുള്ള സഹവാസത്തിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? ഏറ്റവും വലിയ ഉദ്ദേശം നബിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്. എന്തിന്? ലിതബ്ലീഗിൽ അഹ്കാമി, ഹുക്കുമുകളൊക്കെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നബിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യണമെന്നും തൂറിൽ ഇജ്തിമാ വേണമെന്നും ഷർത്താക്കുന്നത് ഖീലക്കാരും. വേറൊരു അഭിപ്രായം വേറെ ഉണ്ട് അവിടെ. യുസ്തറത്തു ആയതും രണ്ടും കൂടി വേണ്ട. ഈ ഖീലക്കാര് പറയുന്നത് രണ്ടും കൂടി വേണ്ട, രണ്ടിൽ ഒന്ന് മതി. ഒന്നിരിക്കൽ തൂൽ ഇജ്തിമാ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ റിവായത്ത്. രണ്ടും കൂടി ബുദ്ധിമുട്ടല്ലേ എന്ന് ഇനി കാലവാഴും രണ്ടിൽ ഒന്ന് മതി എന്ന് ഖീല പറയുമ്പോൾ ഷാരി വിശദീകരിക്കുന്നു. കാല ബഅ്ലുഹും, ഉസൂലിയാക്കൾ ചില ആൾക്കാർ പറഞ്ഞു, യുഷ്തറത്തുൽ ഇതാലത്തു, ഇതാലത്ത് ഷർത്താക്കപ്പെടും. വഹാദാ മശ്ഹൂറുൻ, രണ്ടിലൊന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളോ, ഇതാണ് മശ്ഹൂർ. ബഅ്ലുഹും, ചില ആളുകൾ യസ്തരിത്തു റിവായത്ത, അങ്ങനെ നല്ലത്. അപ്പൊ കാലഭാഗത്തും ചില ആൾക്കാർ പറഞ്ഞു യസ്തരിത്തു അൽ ഇത്വാലത്ത്, ആ ഭാഗം എന്താണെന്ന് അറിയാമോ? ഇതാലത്തിനെ ഷർത്താക്കുന്നു, അതാണ് മഷ്ഹൂർ. ഭാഗം ചില ആളുകൾ യസ്തരിത്തുൽ റിവായത്ത, റിവായത്തിനെ ഷർത്താക്കുന്നു. ഓരോ ഹദീസിൻ, അതൊരൊറ്റ ഹദീസാണെങ്കിൽ പോലും ഒരു റിവായത്ത് വേണം.
ഹദീസ് തോറെ വേണമെന്നുമില്ല. കമാ ഹക്കാവ് ബഅദുൽ മുതഅഖിരീന, മുതഅഖിരീൻ എന്ന ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഒരു ഹദീസിന്റെയും റിപ്പോർട്ട് ചെയ്യുക, അത് ഷർത്ത്. ഇതിലേതെങ്കിലും ഒന്ന് അപ്പൊ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ബഅദ് ഇത്വാലത്ത് ഷർത്താക്കുന്നു, മറ്റൊരു ബഅദ് റിവായത്ത് ഷർത്താക്കുന്നു. ഇനി വേറെ കീലുണ്ട് ഇവിടെ. അതെന്താ? യുഷ്തറത്തു ഫീ സിദ്ഖി ഇസ്മി സ്വഹാബിയെ, സ്വഹാബി എന്ന് പേര് പറയണമെങ്കിൽ തന്നെ സാധിക്കാവണമെങ്കിൽ ഷർത്താക്കപ്പെടും അൽ ഗസ്വു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് കൂടെ യുദ്ധം ചെയ്യണം, എന്നിങ്ങനെ സ്വഹാബി ആവുകയുള്ളൂ എന്നുള്ളതാ. അല്ലെങ്കിൽ ലവ് സനത്തുൻ, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയണം. ഐ മുലിയുഹ, ആ സമയം കഴിയുക, കൊല്ലം. അലൽ ഇജ്തിമായി ബിഹി, നബിയുമായി ഒരുമിച്ചു കൂടിയതിന്റെ മേലൊരു കൊല്ലം കഴിയുകയോ അല്ലെങ്കിൽ നബിനോട് കൂടെ യുദ്ധം ചെയ്യുകയോ വേണം. എന്തെങ്കിലും സ്വഹാബി എന്ന് പറയാൻ പറ്റൂ, മറ്റുള്ളതും കൂടെ സ്വഹാബിയാകൂല. ഈ കീലക്കാരുടെ അഭിപ്രായം. ഓരിപ്പോ എന്താ അതിന് തെളിവ് പറയുന്നത്? ലി അന്ന ലി സുഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോടുള്ള സഹവാസത്തിനുണ്ട്, സഹവാസത്തിന് എന്തുണ്ട്? ഷറഫൻ അലീമ, വലിയ ശ്രേഷ്ഠതയുണ്ടല്ലോ. ഫലായനാലു, അപ്പോൾ ഈ ശ്രേഷ്ഠത, ഫലായുനാലു, അപ്പോൾ ആ ശ്രേഷ്ഠതയെ എത്തിക്കപ്പെടൂല ഇല്ലാ ബിജ്തിമാഇൻ ത്വീൽ, ദീർഘമായി ഒരുമിച്ച് കൂടൽ വേണ്ടേ, എന്തെങ്കിലല്ലേ ആ ഷറഫ് കിട്ടുള്ളൂ. അപ്പൊ കുറച്ചു പോരാ എന്നായി. യദ്ഹറു ഫീഹി, അതിൽ വെളിവാകും. എന്ത് വെളിവാകും? ആ സഹവാസത്തിൽ ദീർഘമാകുമ്പോൾ അൽ ഖുൽഖുൽ മത്ബൂഉ അലൈഹി ശഖ്സു, ഒരു ശഖ്സിനെ പ്രകൃതിയാക്കപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം അതിൽ നിന്ന് പ്രകടമായി കിട്ടും. അത്രയും ദീർഘം എന്നർത്ഥം. ഏതുപോലെക്കൽ ഗസ്വി, യുദ്ധം പോലെ. എങ്ങനത്തെ യുദ്ധം? അൽ മുസ്തമിരി അല സഫരില്ലദി, ഒരു യാത്ര, യാത്രയിൽ ചുറ്റി നിൽക്കുന്ന യുദ്ധം പോലെ. എങ്ങനത്തെ യാത്ര? ഹുവാദ് ഖിത്അത്തു മിനൽ അദാബ്, അദാബിൽ നിന്നുള്ളൊരു ഭാഗമാണല്ലോ യാത്ര. വിട്ടു പിരിഞ്ഞു പോവുകയല്ലേ, അതൊരു അദാബിൽപ്പെട്ടൊരു ഭാഗം തന്നെയാണ്. അങ്ങനത്തെ ഒരു യാത്ര ചുറ്റിപ്പറ്റി നിൽക്കുക, ദീർഘകാലം നീണ്ടുപോയിട്ട് യാത്ര ചെയ്ത് യുദ്ധം ചെയ്തതുപോലെയാണ്. ഇങ്ങനൊരു പ്രകൃതിയുടെ സ്വഭാവം കിട്ടും. അങ്ങനെ വെളിവാകുന്ന രീതിയിലുള്ള ദീർഘമായി ഒരുമിച്ച് കൂടലുണ്ടെങ്കിലേ ഈ ഷറഫൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഒരു കൊല്ലം വേണം. വസ്സനത്തി അൽ മുസ്തമിലത്തി അൽ ഫുസൂൽ അർബഅ, ഫുസൂൽ അർബഅ എന്ന് പറയുന്നതിന് മേൽ ചുറ്റിയതായ ഒരു വർഷം. ഒരു വർഷത്തിന് അങ്ങനെ കണക്കാക്കുന്ന ഫുസൂൽ അർബഅ, 4 ഫസലുകൾ, അതിന്റെ മേൽ ചുറ്റി നിൽക്കുന്നതാണ് ഒരു കൊല്ലം എന്ന് പറയുന്നത്. ഏതൊക്കെ? ഷിതാഅ്, റബീഅ്, സൈഫ്, ഇങ്ങനെ പോലത്തെ കണക്കാണ് കണക്ക്. അല്ലത്തി, എങ്ങനത്തെ ഫുസൂൽ അർബഅ? യഖ്തരി ഫീഗൽ മിസാജു, അതിൽ കൂടിച്ചേരുക എന്നുള്ളത് വ്യത്യാസമായിട്ട് വരും. അപ്പോ തണുപ്പ് കാലത്ത് ചിലപ്പോൾ രാത്രിയാവും, ചൂടുകാലത്ത് പകലാവും, ഇങ്ങനെ പല മാറ്റമൊക്കെ വരുമല്ലോ. ഇങ്ങനെയുള്ളതായിരിക്കും 4 ഫസലിന്റെ മേൽ ചുറ്റി നിൽക്കുന്ന ഒരു വർഷം. ഇങ്ങനെയുള്ളൊരു വർഷം കഴിയണം ഒരാൾക്ക് സ്വഹാബി എന്ന് പറയണമെങ്കിൽ എന്നുള്ളതാണ് ഈ കീലക്കാർ പറയുന്നത്. വഉതിറ അല തഅരീഫി ബിഅന്നഹു യസ്ദുഖു അലാ മൻ മാത മുർതദ്ദൻ, എങ്കിൽ ഇനി വിഷയം അതല്ല. മുസന്നിഫ് പറഞ്ഞ തഅരീഫ് പ്രകാരം ഇത്റാദ് ഉണ്ട്, നിരൂപിക്കപ്പെടുകയാണ്. എന്താ നിരൂപണം? ബി അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, യസ്ദുഖു അലാ മൻ മാത മുർതദ്ദൻ, മുർത്തദ്ദായിട്ട് ഒരാൾ മരിച്ചു പോയാൽ അയാളെ മേലും മുസന്നിഫ് പറഞ്ഞ ആ തഅരീഫ് സാധിക്കാകുമല്ലോ. മുസന്നിഫ് എന്താ പറഞ്ഞത്? മനിജ്തമഅ മുഅ്മിനൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇയാൾ നബിയുമായി ഒരുമിച്ചുകൂടെ മുഅ്മിനായിരുന്നു. പിന്നത്തെ വിഷയമാണ് ചർച്ചയല്ലല്ലോ. അപ്പൊ മുർത്തദ്ദായ ഒരാൾ മരിച്ചാൽ അയാൾക്കും ഈ തഅരീഫ് പ്രകാരം സ്വഹാബിൻ സാധിക്കാകുമല്ലോ എന്നൊരു നിരൂപണം. അതിനുദാഹരണമായി അബ്ദുല്ലാഹ് ബിൻ ഖത്തൽ, അബ്ദുല്ലാഹ് ബിൻ ഖത്തൽ എന്ന് പറയുന്ന ആദ്യം സ്വഹാബി, പിന്നെ മുർത്തദ്ദിയായി. അപ്പൊ ഇയാളെ കുറിച്ച് സ്വഹാബി എന്ന് പറയോ? ഫലാ യുസമ്മ സ്വഹാബിയൻ, ഇയാളെ കുറിച്ച് സ്വഹാബി എന്ന് പറയപ്പെട്ടിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ നിരൂപണം ആ തഅരീഫ് വരാനുണ്ട്. ബിഖിലാഫി മൻ മാത ബഅദ റിദ്ദത്തിഹി, മുർത്തദ്ദായതിന് ശേഷം പിന്നെ മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായി മരിച്ച ഒരാൾക്കെതിരായിട്ട് അയാൾക്ക് സ്വഹാബി എന്ന് പറയാം.
അതാരെ പോലെയൊക്കെ അബിദില്ലാബിൻ അബി സർഹ്, അയാൾ ആദ്യം ഇസ്ലാമിൽ നിന്ന് പോയി, പിന്നെ ഇസ്ലാമിലേക്ക് വന്നു, പിന്നെ മുസ്ലിമായി മരിച്ചു. അയാളെ കൊണ്ട് സ്വഹാബി എന്ന് പറയാം. മറ്റേ മുർത്തദ്ദായി മരിച്ച ഒരാൾക്ക് സ്വഹാബി എന്ന് പറയാൻ പ്രയാസമല്ലേ? അത് ഈ താരീഫ് കൊണ്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്താ ഇത്തറാദിന് മറുപടി? യുജാബു, അതിനോട് മറുപടി ഉണ്ട്. നിശ്ചയമായിട്ടും കാര്യം കാര്യസമ്മ, അയാൾക്ക് സ്വഹാബി എന്ന് പറയപ്പെടുന്നത് ഖബില റിദ്ദത്തി, ഇസ്ലാമിന്ന് പുറത്തു പോകുന്നതിന് മുമ്പാണ്. യഗ്വിദാലിക, അത് ഫിസിഖത്തി തഅരീഫി, ഇവിടെ പറഞ്ഞ നിർവചനം ശരിയാകുന്നതിൽ അത് മതിയല്ലോ. ഇത് ലാ യുഷ്തറത്തു ഫീഹി, കാരണം അത് മതി എന്ന് പറയാൻ തഅരീഫിൽ ഷർത്തില്ല. അൽ ഇഹ്തിറാസു, സൂക്ഷിക്കല്, അനിൽ മുനാഫി അൽ ആരിദ്, പുതുതായി വരുന്ന വല്ല എതിരുകളും താരീഫിൽ വരുമല്ലോ, അതിന് സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അതൊക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ജാമ്യവും മാന്യവുമാക്കിയിട്ട് താരീഫ് പറയേണ്ടതാണ്. അതിന് പുതുതായി വരുന്ന എന്തെല്ലാം എതിരുണ്ടോ അതൊക്കെ നോക്കി സൂക്ഷിച്ചിട്ട് താരീഫ് പറയണമെന്നൊരു നിർവചനത്തിലില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധത്തിന്റെ മുമ്പേ ഇയാൾ സഹാബി എന്ന് പറയുള്ളൂ, മുർത്തദ്ദായ സഹാബി ആവൂല എന്ന് മനസ്സിലായില്ലേ എന്നർത്ഥം. വലിദാലിക, ഇതുകൊണ്ടല്ലേ ലം യഹ്തരിസു ഫി തഅരീഫിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ താരീഫ് പറയുമ്പോൾ താരീഫ് പറയുന്ന ഒരാളും സൂക്ഷിച്ചിട്ടില്ല. അരി റിദ്ദത്തിൽ ആരിദത്തി ലിബഅലി അഫ്റാദിഹി, മുഅ്മിൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരുപാട് ഫർദുകളുണ്ടാവും. മുഅ്മിൻ വർഗം എന്നല്ലേ, അതിന്റെ ചില ഫർദുകൾക്ക് പുതുതായി വരുന്ന റിദ്ദത്തുണ്ട്. അത്തരം റിദ്ദത്തിനെ തൊട്ട് ഒരു മുഅ്മിനിന് താരീഫ് പറയുമ്പോൾ ആരും അങ്ങനെ സൂക്ഷിച്ചു പറയുന്നില്ലല്ലോ, അങ്ങനെ സൂക്ഷിച്ചിട്ടില്ലല്ലോ. ഒരു മുഅ്മിന് താരീഫ് പറയും. അപ്പൊ അതിന് ഉദ്ദേശിക്കുന്നത് മുഅ്മിനായി നിൽക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ, മുർത്തദ്ദാവും മുർത്തദ് എന്നല്ലേ പറയുള്ളൂ എന്നർത്ഥം. വമൻ സാദ മിൻ മുതഅഖിർ മുഹദ്ദിസീന, മുതഅഖിരീങ്ങളായ മുഹദ്ദിസുകൾ, അവരിൽ നിന്ന് ചില ആൾക്കാർ കൂടുതലാക്കിയിട്ടുണ്ട്. കൽ ഇറാഖിയെ പോലെ, എവിടെ ഫി തഅരീഫി, സ്വഹാബി ആരാണെന്ന നിർവചനത്തിൽ ഒന്ന് കൂടുതലാക്കിയിട്ടുണ്ട്. എന്ത്? മാത്ത മുഅ്മിനെന്ന് കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മരിജിത്ത മുഅ്മിനൻ ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്ത മുഅ്മിനൻ, ഇവിടെ ഒന്നുമില്ല. എന്താ ചില ആൾക്കാർ അതും കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്തിനാ മാത്ത മുഅ്മിൻ കൂട്ടിക്കൊടുത്തത്? ലിൽ ഇഹ്തിറാസി അമ്മൻ ദുഖിറ, മുർത്തദ്ദായിട്ട് മരിക്കുമല്ലോ, അത്തരം ആളുകളെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്ത മുഅ്മിനിന് കൂട്ടുമ്പോ മുർത്തദ് അതിൽ പെടൂലല്ലോ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കൂട്ടിയത്. ഇങ്ങനെ കൂട്ടി പറഞ്ഞ ആള് അറാദ, അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തഅരീഫ മൻ യുസമ്മ സ്വഹാബിയൻ, ഒരാളെ കുറിച്ച് പറയുക, അയാൾ സ്വഹാബിയാണെന്ന് പറയും. എപ്പോ? ബഅദ സ്വഹാബത്തി, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം, അഥവാ അയാൾ മരിച്ചു, സ്വഹാബി മരിച്ചു. ആ സ്വഹാബി മരിച്ചാൽ ആ സ്വഹാബി മരിച്ചതിന് ശേഷം അയാളെ കുറിച്ച് സ്വഹാബി എന്ന് പറയാമല്ലോ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നിർവചനമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഇവിടെ പറഞ്ഞ ആ സ്വഹാബത്തിന്റെ നിർവചനം അല്ല പറയുന്നത് അർത്ഥം. ലാ മുത്ലഖൻ, നിരുപാധികം എന്ന നിലക്കല്ല. പിന്നെ മാത്ത മുഅ്മിൻ എന്ന് കൂട്ടി പറഞ്ഞ ആളുടെ ഉദ്ദേശം ഇല്ല, അല്ല മുത്തലക്കം നിലക്കാന്ന് വെച്ചോളി. എന്നാലോ ലസിമഹു, താരീഫ് പറഞ്ഞ ആക്ക് നിർബന്ധമായി എന്ന് പറയല് അല്ലാ യുസമ്മ ശഖ്സു, ഒരു വ്യക്തിക്ക് പറയപ്പെടൂല സ്വഹാബിയൻ, സ്വഹാബി എന്ന് പറയപ്പെടൂല. ഹാല ഹയാത്തിഹി, അയാളുടെ ജീവിതകാലത്ത് അയാൾക്ക് സ്വഹാബി എന്ന് പറയപ്പെടൂല എന്നുള്ളത് ലാസിമായിട്ട് വരും. മുത്തലക്കം നൽകാണ് എങ്കിൽ ആ മുത്തലക്കം നൽകല്ലാന്ന് വെക്കണം. വലാ യഖൂലു ബിദാലിക അഹദുൻ, ഒരു സ്വഹാബി ജീവിച്ചിരിക്കുമ്പോൾ അയാൾ സ്വഹാബി അല്ലാന്ന് ആരും പറയാതിരുന്നിട്ടുമില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പൊ എല്ലാവരും സ്വഹാബി എന്നല്ലേ പറയാ. വൈകാരമാ അറാദുഹു, അദ്ദേഹം ആ ഒമാത്ത മുഅ്മിനൻ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ ആ ആളുണ്ടല്ലോ, കൂട്ടി പറഞ്ഞ ആള്, അദ്ദേഹത്തിന്റെ ഉദ്ദേശം ലൈസ മിൻ ശൈരി തഅരീഫി, അത് സ്വഹാബിക്ക് പറഞ്ഞ തഅരീഫിന്റെ കാര്യത്തിൽ പെട്ടതല്ല താനും. ആളങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞെങ്കിലും അത് തഅരീഫിന്റെ കാര്യത്തിൽ പെട്ടതല്ല.
തഅരീഫിന് മാഹിയത്ത് എന്താണോ അത് മനസ്സിലാക്കി കൊടുക്കുന്ന തഅരീഫ്. അല്ലാതെ അതിനോട് മാഹിയത്തിനോട് പുതുതായി എതിരായി വരുന്ന വല്ലുണ്ടോ നോക്കൂല. അവിടെ മരിച്ചോ മരിച്ചില്ല നമ്മുടെ വിഷയമല്ല. സ്വഹാബി എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുന്ന നിർവചനം പറയും. ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള മറുപടികൾ. ഇനി വലവിദ്ദഅൽ മുആസിറു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അദ്ലു സുഹ്ബത ലഹു. നബിയുടെ കാലക്കാരനാണ് ഒരാള്, അയാൾ നീതിമാനുമാണ്. അങ്ങനെ നീതിമാനായ നബിയുടെ കാലക്കാരനുമായ ഒരാൾ വാദിക്കുകയാണ് അസുഹ്ബത ലഹു, നബിയുമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാദിക്കുകയാണ് എങ്കിൽ ഖുബില, വാദം സ്വീകരിക്കപ്പെടും. വിഫാഖൻ ലിൽ ഖാളി അബീ ബക്കർ അൽ ബാഖില്ലാനി, അബീ ബക്കർ അൽ ബാഖില്ലാനിക്ക് യോജിച്ചു. മൂപ്പർ അങ്ങനെ പറയുന്നത് കാരണം ലി അന്ന അദാലത്തുഹു, അയാൾക്ക് നീതിയുണ്ടല്ലോ. അപ്പൊ അയാളുടെ അദാലത്ത് തംനഉഹു, ആ അദാലത്ത് അയാളെ തടുക്കും. മിനൽ കദിബി ഫീ ദാലിക, നബിയോടുള്ള സുഹബത്തുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കളവ് പറയൂല. ആ കളവിനെ തൊട്ട് തടുക്കാൻ അയാൾക്ക് എന്തുണ്ട്? അദാലത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം എന്നാണ് ന്യായം. പക്ഷേ അവിടെ കീല പറയുന്നുണ്ട്, ഓ കീല പറയപ്പെട്ടു ലാ യുഖബലു, അയാൾ അങ്ങനെ വാദിക്കുമ്പോഴേക്കും സ്വീകരിക്കപ്പെടൂല. എന്താ കാരണം? ലിദ്യാഇഹി നഫ്സി റുതുബത്തൻ, അയാളുടെ സ്വന്തം നഫ്സിന് സ്ഥാനത്തെ വാദിച്ചു. ഹുവ ഫീഹ, ആ സ്ഥാനത്തിൽ അയാൾ മുത്തഹമുൻ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളാണ്. അങ്ങനത്തെ സ്ഥാനം അയാൾ വാദിച്ചു. അപ്പൊ അതുകൊണ്ട് ആ വാദത്തെ അംഗീകരിക്കൂല. അയാൾ പറഞ്ഞ ഏതുപോലെ കമാൽ വഖാല അന അദ്ലുൻ, ഞാൻ നീതിമാനാണെന്ന് പറയും പോലെ. അങ്ങനെ പറയുമ്പോൾ അയാളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അയാൾ നഫ്സിന് ഒരു സ്ഥാനം ഉണ്ടാക്കി വാദിക്കുന്നു. ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ന്യായം അവിടെ ശരിയാ, അതും പറ്റും. വല്ലക്സർ, എന്നാ നമുക്ക് പണ്ഡിതന്മാരിൽ നിന്ന് അധികം ആൾക്കാർ നോക്കുക. വല്ലക്സറു മിനൽ ഉലമായി സലഫി വൽ ഖലഫ്, സലഫ് ഖലഫ്, ഇവർക്ക് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിൽ അധിക പേരും അല അദാലത്തി സ്വഹാബത്തി, സ്വഹാബിക്ക് നീതി ഉണ്ട് എന്നതിന്റെ പേരില. അപ്പൊ വലാ യുബ്അതു അൻഹാ ഫി റിവായത്തിൻ വലാ സഹാദത്തിൻ, ഒരു സഹാബി സാക്ഷി നിൽക്കുകയോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ ആ റിവായത്തിനും ആ ഷഹാദത്തിനും അദ്ദേഹത്തിന്റെ അദാലത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടൂല. അതിനാവശ്യപ്പെടല്ല. കാരണം ലി അന്നകും സ്വഹാബാക്കൾ ഖൈറുൽ ഉമ്മത്തി, നബിയുടെ സമുദായത്തിൽ ഏറ്റവും ഉന്നത സമുദായം സ്വഹാബാക്കളല്ലേ. അപ്പൊ ഇനി അവിടെ ചർച്ചക്ക് ആവശ്യമില്ലല്ലോ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ സമുദായത്തിന്റെ ഖൈറ് ഖർനി, എന്റെ കാലമാണ്. ആ കാലത്ത് ജീവിച്ചവരല്ലേ സ്വഹാബാക്കൾ. അപ്പൊ പിന്നെ അദാലത്തിന് എന്തിനു സംശയിക്കുന്നു? അവിടെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. റവാഹു ഷെയ്ഖാനി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമയാണ്. വമൻ ത്വറഅ ലഹു മിൻഹും ഖാദിവൻ, ഇനി സ്വഹാബാക്കളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു മോശത്തരം പുതുതായി വന്നാൽ, മോശം ഏതുപോലെ? കസരിഖത്തിൻ, മോഷ്ടിക്കൽ പോലെ, ഔ സിനൻ, അല്ലെങ്കിൽ സിന പോലെ. ഇങ്ങനത്തെ എന്തെങ്കിലും വല്ലതും സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഉമില ബി മുഖ്തല്ലാഹു, ആ ഖാദിന്റെ മുഖ്തല എന്താണോ അതനുസരിച്ച് അമൽ ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അയാളെ ഒരു ഖാദിന്റെ മുന്നിൽ ഹാജരാക്കണം, എന്നിട്ട് ഹദ്ദടിക്കേണ്ടി വരും എന്നല്ലാതെ ആ സുഹബത്തെ നഷ്ടപ്പെടുത്താനൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ അപ്പൊ അതുകൊണ്ട് അവർക്ക് അദാലത്ത് അവരുടെ ഇസ്മത്തിനെ നിർബന്ധമാക്കൂലാന്ന് കിട്ടും. അവര് പാപമുക്തരാണെന്ന് പറയാൻ പറ്റൂല അദാലത്തുള്ളത് കൊണ്ട് എന്നൊരു സൂചനയും കൂടി ഈ ധ്വനിയിലുണ്ടെന്ന് മനസ്സിലാക്കാം. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് എന്ത്? ഹും, സ്വഹാബാക്കളെ കവൈരിയും, അവരല്ലാത്തവരെ പോലെ തന്നെ അവരും. മറ്റുള്ളവരുടെ അദാലത്ത് ചർച്ച ചെയ്യുന്നുണ്ടോ? എന്ന സ്വഹാബാക്കളും അദാലത്ത് ചർച്ച ചെയ്യണം. ഫയുബ്ഹസു,
അൽ അദാലത്തി ഫീഹിം ഫിർ റിവായത്തി വശഹാദത്തി, സാക്ഷിയിലും റിപ്പോർട്ടിലും മറ്റുള്ളവരിൽ അദാലത്തിനെ തൊട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ചുള്ള അദാലത്തിനും ചർച്ച ചെയ്യണം. ഇല്ലാമൻ ഒരാൾ വെച്ച് യകൂനു ലാഹിറുൽ അദാലത്തി, യകൂനു ലാഹിറുൽ അദാലത്തി, അയാൾ അദാലത്ത് പ്രകടമായ ഒരാളാണ്, ആളെ അദാലത്ത് വ്യക്തമാണ്, വെളിവായിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ അദാലത്ത് ഉറപ്പിക്കപ്പെട്ട ആളാണ്. എന്നാ പിന്നെ അയാൾ നോക്കണ്ട, അല്ലാത്തത് നോക്കണം. ഉറപ്പിക്കപ്പെട്ട ആൾ ഏതുപോലെ ഷെയ്ഖൈനി റളിയല്ലാഹു അൻഹുമാ, രണ്ട് ഷെയ്ഖന്മാരില്ലേ, ബഹുമാനപ്പെട്ട രണ്ട് ഷെയ്ഖന്മാര്. ആ രണ്ട് ഷെയ്ഖന്മാര് അദാലത്ത് ഉറപ്പാണ്. അപ്പൊ അവരെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ട അവരുടെ രീതിയെ കുറിച്ച് എന്നർത്ഥം. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. എന്താ ഈ കീല പറയുന്നതും സ്വഹാബാക്കളൊക്കെ ഉദൂൽ നീതിമാന്മാരാണ്. പക്ഷെ അവരടുത്ത് കണക്കുണ്ട്. ഇതുവരെ ഇലാഹീരി കുത്തില ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെടുന്നത് വരെ ഓരൊക്കെ നീതിമാന്മാരായിരുന്നു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നതിന് ശേഷം വയുബ്ഹസു അൻ അദാലത്തിഹിം മിൻ ഹീനി ഖത്ലിഹി, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നോടം മുതൽ ഇനി സ്വഹാബാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ നീതിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. അതുവരെ വേണ്ട. പിന്നെ വന്നത് അപ്പൊ അദാലത്ത് പോയോ? പോയിട്ടല്ല. ലി വുഖൂഇൽ ഫിതരി ബൈനഹും മിൻ ഹീന ഇതിൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നോടം മുതൽ അവർക്കിടയിൽ ഫിത്തന ഇളകി പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വഫീഹിമുൽ മുംസികു അൻ ഖൗലിഹാ, ആ ഫിത്തനയിൽ പ്രവേശിക്കലിനെ തൊട്ട് പിടിച്ചു നിന്നവരും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അദാലത്ത് ഒന്ന് പരിശോധിക്കണം. എങ്കിൽ വേറൊരു കൂട്ടരുടെ അഭിപ്രായം വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. ഹും സ്വഹാബാക്കളൊക്കെ ഉദൂൽ നീതിമാന്മാരാണ്. ഇല്ലാ മിൻ ഖാതിൽ അലി, ഇല്ലാമൻ ഖാതല അലിയൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്ത ആളുകൾ ഒഴികെ. അപ്പൊ ഇത് അലി റളിയല്ലാഹുവിന്റെ കക്ഷിക്കാരാണ്, മറ്റൊരു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കക്ഷിക്കാർ, ഇങ്ങനെ പോകുന്നു. അപ്പൊ അലിയാർ തങ്ങളോട് യുദ്ധം ചെയ്തവരാരോ ഓരൊഴിച്ച് ബാക്കിയൊക്കെ രീതിയുള്ളവരാ. പോഹും അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തവർ തമ്മാടികളാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ ഇടയിൽ പറയാം. ഈ കീലക്കാര് പറയും ന്യായം പറഞ്ഞു എന്നേ ഉള്ളൂ, നമുക്കങ്ങനെ പറയാൻ പാടില്ല. കീല പറയുന്നത് ഇവർ തമ്മാടികളാണെന്ന്. എന്താ കാരണം? ഖുറൂജിഹിം, ആ യുദ്ധം ചെയ്ത ആളുകൾ പുറപ്പെട്ടല്ലോ അലൽ ഇമാമിൽ ഹഖ്, ഹക്കായ ഇമാമല്ലേ അലിയാർ തങ്ങള്, ആ ഇമാമിന്റെ പേര് ഇവർ പുറപ്പെട്ടില്ലേ, അതുകൊണ്ട് തമ്മാടികളായി എന്നാണ്. വറുദ്ദ, അതിന് നമ്മൾ മറുപടി കൊടുക്കപ്പെടും. എന്താ? ആ വാക്ക് തെറ്റാ, തട്ടിവിട്ടു. എന്തുകൊണ്ട്? ബി അന്നഹും, അലിയാർ തങ്ങളോട് യുദ്ധം ചെയ്ത സ്വഹാബികൾ മുജിത്തഹിദൂന, അവർ ഗവേഷകന്മാരാണ്. ഫീ ഖിതാലിഹിം ലഹു, അലിയാർ തങ്ങളോട് അവർ യുദ്ധം ചെയ്ത കാര്യത്തിൽ ഗവേഷണം ചെയ്യാൻ അവകാശമുള്ളവരായിരുന്നു. ഫലാ യഹ്സമൂന, അപ്പോൾ അവർ അലിയാർ തങ്ങളോട് യുദ്ധം ചെയ്തോട് കുറ്റക്കാരാവൂല. വൈൻ അഖ്തൗ, അവർ ഗവേഷണത്തിൽ പിഴച്ചാലും. ബൽ, പിന്നെയോ യുജറൂന, അവർക്ക് കൂലി നൽകപ്പെടും എന്നതിനെ പറ്റി പറയാനുള്ളൂ. തമ്മാടികളാണെന്നും പറയാൻ നമ്മളില്ല, അതുകൊണ്ട് അവർക്ക് നീതി പോകുന്നുമില്ല. കമാ സയഅതി ഫിൽ അഖാഇദി, വിശ്വാസകാര്യങ്ങളിൽ ഇങ്ങനൊരു സംഭവം ശേഷം പിറകിൽ വരുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത ചർച്ച സ്വഹാബിയെ കുറിച്ചാണ്, അതിനോട് അനുബന്ധിച്ചു വരുന്ന കാര്യങ്ങളുമാണ്. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ, നാഫിയായ ഇൽമായി ഉപകരിക്കുമാറാവട്ടെ. ഇരു വീട്ടിലും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവൊക്കെയല്ലേ, ഉസ്താദന്മാര് പലവരും പല ഇബാദത്തിലുമായിരിക്കും, പ്രാർത്ഥനയൊക്കെ ഉള്ളവരുണ്ടാകും. കൂട്ടത്തിൽ ഈ സാധുവായിന്റെയും എന്റെ കുടുംബങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്നും ഇഹപര വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. ഇതോടെ ഈ ക്ലാസ് ഇന്നത്തെ അവസാനിപ്പിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് മുർസല്. എന്താണ് മുർസല്, അതെങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതാണ് ഇനി ചർച്ച. അത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.